പേപ്പാലിൻ്റെ സ്ഥാപകനായ പീറ്റർ തിയൽ സ്വയം എപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. സാധാരണക്കാരായവർ തീർച്ചയായും ഇങ്ങനെ ചിന്തിക്കാറേയില്ല. ആ ചോദ്യം എന്തെന്നാൽ, അടുത്ത 10 വർഷം കൊണ്ട് എനിക്ക് നേടാനാവുന്ന കാര്യങ്ങൾ എങ്ങനെ 6 മാസം കൊണ്ട് നേടാം എന്നതാണ്. എലോൺ മസ്കും ഇതുതന്നെയാണ് പറയുന്നത്. ഒരുപാട് ക്ഷമയോടെ ഇരിക്കുന്നത് നിർത്തി അടുത്ത 10 വർഷത്തിൽ നേടേണ്ട കാര്യങ്ങൾ ഇങ്ങനെ 6 മാസം കൊണ്ട് നേടാമെന്നതിന് ഒരു വഴി കണ്ടെത്തുക എന്നാണ് അദ്ദേഹവും പറയുന്നത്. ചിലപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ ഇതിൽ പരാജയപ്പെട്ടേക്കാം. എന്നാൽ ഞാൻ 10 വർഷം കൊണ്ട് ഇത് നേടുമെന്ന് കരുതുന്ന ആളിനേക്കാൾ മുന്നിൽ എത്താൻ നിങ്ങൾക്ക് സാധിക്കും. സമയത്തിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. എന്നാൽ ദീർഘകാലം കൊണ്ട് നേടാനാവുന്ന കാര്യങ്ങൾ കുറഞ്ഞ കാലയളവ് കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുമെങ്കിൽ എന്തിനാണ് സമയം വെറുതെ പാഴാക്കുന്നത്? ഉദാഹരണത്തിന്, നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം വളരെ ദൂരെയാണെന്നതിന് നിങ്ങൾക്ക് അവിടെ വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നല്ല അർത്ഥം. മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ദൂരം ഒന്നു തന്നെയാണ്. എന്നാൽ ബസ്സിൽ യാത്ര ചെയ്ത് 1.5 ദിവസം കൊണ്ട് എത്തുന്നതും, ട്രെയിനിൽ യാത്ര ചെയ്ത് 12 മണിക്കൂർ കൊണ്ട് എത്തുന്നതും, ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് 2 മണിക്കൂർ കൊണ്ട് എത്തുന്നതും നിങ്ങളെ മാത്രം ആശ്രയിക്കുന്ന കാര്യങ്ങളാണ്. ദീർഘകാലം കൊണ്ട് നേടേണ്ട കാര്യങ്ങൾ ചെറിയ കാലയളവ് കൊണ്ട് നേടുന്നത് അത്ര എളുപ്പമല്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് 99% ആളുകളും ശരാശരി ആയിരിക്കുന്നതും വെറും 1% ആളുകൾ മാത്രം ഉയർന്ന ലക്ഷ്യങ്ങൾ നേടുന്നതും. കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ വലിയ ലക്ഷ്യങ്ങൾ ചെറിയ കാലയളവിൽ നേടാൻ സാധിക്കൂ. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാ കാര്യങ്ങളുടെ തുടക്കവും നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ചിന്തകളിൽ നിന്നുമാണ് എന്നുള്ളത്. ദ ടൈം ഡിഫീറ്റിംഗ് മൈൻഡ് സെറ്റ്. പാർക്കിൻസൺസ് ലോ എന്താണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. നമ്മളൊരു കാര്യം ചെയ്യാനായി എത്ര സമയമാണ് അതിന് നൽകുന്നത്, അത്രയും സമയം കൊണ്ട് നമ്മളത് ചെയ്തു തീർക്കും എന്നുള്ളതാണ് ഈ നിയമം. അതായത്, ഒരു ജോലി ചെയ്തു തീർക്കുവാനായി സ്വയം ഒരു ദിവസമാണ് നൽകുന്നതെങ്കിൽ 1 ദിവസം കൊണ്ട് നിങ്ങളത് ചെയ്തു തീർക്കുന്നതാണ്. എന്നാൽ ഒരാഴ്ചയാണ് നൽകുന്നതെങ്കിൽ നിങ്ങളത് ഒരാഴ്ച കൊണ്ട് ചെയ്തു തീർക്കുന്നതാണ്. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ സമയം കൊണ്ട് തീർച്ചയായും നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളെ അതിൽ നിന്നും തടയുന്ന കാര്യമാണ് ലിമിറ്റിംഗ് ബിലീഫ്സ്. നമ്മുടെ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മമാരുടെയൊക്കെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ആയിരുന്നു റിട്ടയർമെൻറ്റ് 60 വയസ്സിന് ശേഷം മാത്രമേ നേടാനാകൂ എന്നത്. പക്ഷേ ഇന്ന് ഇതിനൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, 60 വയസ്സിലല്ല 30 വയസ്സിൽ നമുക്ക് റിട്ടയർമെൻറ്റ് സ്വീകരിച്ച് ജീവിതം ആസ്വദിക്കാവുന്നതാണ്. പല ആളുകളും ഈ വഴി സ്വീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എത്ര തന്നെ വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അത് വേഗത്തിൽ നേടാനാകുന്നത് നിങ്ങളുടെ കഴിവിനെ ആശ്രയിച്ചാണുള്ളത്. ജീവിതത്തിൽ എന്തെങ്കിലും നേടുന്നതും സമയവും നമ്മിൽ യാതൊരു ബന്ധവുമില്ല. 8 മുതൽ 9 വർഷം പഠനം നടത്തി ജീവിതത്തിൽ ഡിഗ്രിയൊക്കെ വാങ്ങിയതിനു ശേഷം 24 27 വയസ്സിൽ എഞ്ചിനീയർമാരും മറ്റുമാകുന്നവരെയൊക്കെ നാം കാണുന്നുണ്ട്. എന്നാൽ മിഖായൽ സേമാനെ പോലുള്ള ആളുകൾ യൂട്യൂബ് വീഡിയോകൾ കണ്ട് പ്രോഗ്രാമിംഗ് പഠിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി 18 വയസ്സിൽ തന്നെ ഗൂഗിൾ, ഫേസ്ബുക്ക് തുടങ്ങിയ മുൻനിര കമ്പനികളിൽ ജോലിയും നേടുന്നു. ചില ആളുകൾക്ക് മാസം ലക്ഷങ്ങൾ സമ്പാദിക്കണം എന്നായിരിക്കും. എന്നാൽ ചിലർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത്രയും സമ്പാദിക്കുന്നു. കുറഞ്ഞ കാലയളവ് കൊണ്ട് ദീർഘകാല ലക്ഷ്യങ്ങൾ നേടുന്ന ആളുകളുടെ പിന്നിൽ അവർ ജീവിതത്തിൽ നടത്തിയ ആരും അറിയാത്ത പല സാക്രിഫൈസും ഉണ്ടാകും. നാം എല്ലാവരും തന്നെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യാറുണ്ട്. അത് നേടിയെടുക്കാൻ സ്വയം കുറച്ച് സമയവും അനുവദിക്കാറുണ്ട്. എങ്ങനെ നേടിയെടുക്കണമെന്ന് വ്യക്തമായ ധാരണയുമുണ്ട്. എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒഴിവാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്താനായി ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ത്യജിക്കേണ്ടതായി വരും. അത് നിങ്ങൾ ചെയ്യുക തന്നെ വേണം. ജോർദൻ പീറ്റേഴ്സൺ പറഞ്ഞൊരു കാര്യമാണ്, ഇഫ് യു ഡോണ്ട് ചൂസ് യുവർ സാക്രിഫൈസ്, ലൈഫ് വിൽ. അതായത്, നിങ്ങൾ ത്യജിക്കേണ്ടത് എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കി ഒഴിവാക്കുക. എങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളെക്കൊണ്ട് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ലോങ് ടേം ഗോൾസ് നേടണമെങ്കിൽ സാക്രിഫൈസ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് വർക്കൗട്ട് ആവുകയില്ല. നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക്, അതായത് മാസങ്ങളോളം, ആളുകൾ മൊബൈൽ ഫോൺസ്, ജങ്ക് ഫുഡ്, ഡോപ്പമിൻ, സോഷ്യൽ മീഡിയ, ഗെയിംസ്, പാർട്ടീസ്, ഡിസ്ട്രാക്ഷൻസ് തുടങ്ങിയ എല്ലാം ഒഴിവാക്കി നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യത്തിന് പിന്നിൽ മാത്രം പോകേണ്ടതായി വരും. അതായത്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഡു ഓർ ഡൈ എന്നതായിരിക്കും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇതുപോലെയായി മാറിയെങ്കിൽ ഇനി ലക്ഷ്യം നേടാനുള്ള ആക്ഷൻ പ്ലാൻ എന്താണെന്ന് നോക്കാം. ക്രിയേറ്റ് ആക്ഷൻ പ്ലാൻ. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പ്രധാനമായിട്ടും 2 വഴികളാണുള്ളത്, ദൈർഘ്യമേറിയതും മറ്റൊന്ന് എളുപ്പമുള്ളതും. ഷോർട്ട് കട്ടിലൂടെ പോകുന്നത് തെറ്റാണെന്ന ലിമിറ്റിംഗ് ബിലീഫ് ഈ സമൂഹം നിങ്ങളുടെ മനസ്സിൽ എത്ര തന്നെ പതിപ്പിച്ചാലും സമയം കുറവാണെങ്കിൽ എളുപ്പമുള്ള വഴിയിലൂടെ പോകുന്നതാണ് ബുദ്ധിപരമായ നീക്കം. ഇതിനെ സ്മാർട്ട് വർക്ക് എന്നും പറയാം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടിൻ്റെ ഗിറ്റാർ വേർഷൻ പഠിക്കണമെന്ന് കരുതുക. അതിനായി ഗിറ്റാറിനെ പറ്റി എല്ലാം പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേരാം. എന്നാൽ ഇതിൽ നിങ്ങളെല്ലാം പഠിക്കേണ്ടതായി വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായി വരും. ഇനി ഇതിന് മറ്റൊരു വഴി കൂടിയുണ്ട്. എല്ലാം മാറ്റിവെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടിൻ്റെ ട്യൂൺ മാത്രം പഠിക്കുക എന്നുള്ളത്. യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ഗിറ്റാർ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വിദഗ്ധനിൽ നിന്നോ ഈ പാട്ടിൻ്റെ ട്യൂൺ മാത്രം പഠിക്കുക. ആ പാട്ടിലൂടെ ട്യൂൺ മാത്രം സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യുവാൻ സാധിക്കും.
അതോടൊപ്പം ഗിറ്റാറിൻ്റെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും മനസ്സിലാക്കാനും സാധിക്കും. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് അടുത്ത പടി. അതിനുവേണ്ടി നിങ്ങളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന 3 സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് അതുണ്ടാക്കാൻ സാധിക്കും. നമ്പർ 1, എൻവിഷൻ യുവർ ഗോൾ. ഏറ്റവും ആദ്യം നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ഇതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുക. ഉദാഹരണത്തിന്, നിങ്ങളോട് ആരെങ്കിലും നല്ല ബോഡി ഉണ്ടാക്കാനായി പറയുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ടത് നേടാൻ സാധിക്കണമെന്നില്ല. നിങ്ങൾ ദുർബലനായ ഒരു വ്യക്തിയാണെങ്കിൽ നല്ല ബോഡി ഉണ്ടാക്കണമെന്ന് മാത്രമാകരുത് നിങ്ങളുടെ ലക്ഷ്യം. പകരം നിങ്ങളുടെ പൊക്കത്തിനനുസരിച്ചുള്ള വണ്ണം, വൈഡ് ചെസ്റ്റ്, മസ്കുലർ ബോഡി, സ്ട്രോങ് ലെഗ്സ്, ബ്രോഡ് ഷോൾഡേഴ്സ് തുടങ്ങിയവയ്ക്ക് അടുത്ത വർഷത്തിനുള്ളിൽ നേടണമെന്ന് കൃത്യമായും ഡിഫൈൻ ചെയ്തു വെക്കണം. ഇതാണ് ശരിക്കുമുള്ള ഗോൾ പ്ലാൻ. നമ്പർ 2, ബ്രേക്ക് ഇറ്റ് ഡൗൺ ടു മന്ത്ലി പ്രോജക്ട്സ്, വീക്ക്ലി ടാർഗറ്റ്സ് ആൻഡ് ഡെയിലി ടാസ്ക്സ്. വലിയ ഗോൾസിനെ മന്ത്ലി പ്രോജക്ട്സായും അതിനെ വീണ്ടും വീക്ക്ലി പ്രോജക്ട്സായും മാറ്റുക. കൃത്യമായ രീതിയിൽ വീക്ക്ലി പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതിനായി സ്വയം ഡെയിലി ടാസ്കുകളും അസൈൻ ചെയ്യുക. ഉദാഹരണത്തിന്, ഒരു വർഷം കൊണ്ട് 25 കിലോ ഭാരം വർദ്ധിപ്പിക്കുവാനായി ഒരു മാസം കുറഞ്ഞത് 2 കിലോ ഭാരമെങ്കിലും വർദ്ധിപ്പിക്കണം. അങ്ങനെ ഒരു മാസം 2 കിലോ വർദ്ധിപ്പിക്കുവാനായി ആഴ്ചയിൽ 1/2 കിലോയെങ്കിലും കൂട്ടേണ്ടതായിട്ടുണ്ട്. ആഴ്ചയിൽ ഇത്രയും ഭാരം കൂട്ടുന്നതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുവാനായി നിങ്ങൾക്ക് ദിവസവും പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെറിയ ഭാഗങ്ങളാക്കി മാറ്റിയ ഒരു വലിയ ഗോൾ ഇതിനൊരു ഉദാഹരണമാണ്. നമ്പർ 3, ഫോക്കസ് ഓൺലി ഡെയിലി ടാസ്ക്സ്. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിലായിരിക്കണം. എന്തൊക്കെ വന്നാലും ദിവസവും ചെയ്യേണ്ട കാര്യം ചെയ്തു തീർക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് മനസ്സിലാക്കുന്നതിനായി അടുത്ത് പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. എക്സ്പെക്ട് ദ ഡിസ്കംഫേർട്ട്. വളരെയധികം സമയമെടുത്ത് നേടേണ്ട ഒരു കാര്യം കുറഞ്ഞ കാലയളവിൽ നേടാൻ ശ്രമിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വളരെയധികം തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു പാതയാണത്. എന്നാൽ നിങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. നിങ്ങളുടെ ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമായി ആദ്യത്തെ 2-3 ദിവസം നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യും. എന്നാൽ 4ാമത്തെ ദിവസമാകുമ്പോൾ നിങ്ങൾ തളർന്നു പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായ്ക വരാം. അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാലും നിങ്ങൾ പിന്നോട്ട് പോകരുത്. നിങ്ങൾ പിന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പങ്ക് സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് കൃത്യമായി ഡെയിലി ടാസ്ക് ചെയ്യുക. ചെയ്യുന്ന ദിവസങ്ങൾ മാർക്ക് ചെയ്തു വെക്കുക. ദൂരെയുള്ള ലക്ഷ്യങ്ങളെ അടുത്തേക്ക് എത്തിക്കുന്നതിനായി കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്യാതെ കഠിനമായി പരിശ്രമിക്കുക.